CMRL എക്സാലോജിക് വിഷയത്തിൽ SFIO അന്വേഷണത്തിന് പുറമെ ഇഡിയും വരുന്നു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് എക്സാലോജിക് വിഷയത്തിൽ ഇഡി അന്വേഷണം വരുന്നത്. ECIR രജിസ്റ്റർ ചെയ്തതോടെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. 136 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമപ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട് എന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലും അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതും പ്രധാന ചർച്ചാ വിഷയമാണ്. എന്തിനൊക്കെയാണ് CMRL ഉത്തരം പറയേണ്ടി വരിക എന്ന ചോദ്യം ഇവിടെ പ്രസക്തവുമാകുന്നു. ഒത്തുകളിയോ കൂലിപ്പണിയോ? അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, ജിൻറ്റോ ജോൺ കോൺഗ്രസ്, സന്ദീപ് വാര്യർ BJP എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നോക്കൂ, ഷെഡ്യൂൾഡ് ഒഫൻസ് SFIOയുടേതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ED ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ വളരെ ക്ലിയർ ആണ്. മുഖ്യമന്ത്രിയുടെ മകളെ തേടി വരും ED. ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വലിയ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും ആദ്യം വേട്ടപ്പട്ടിയെ പോലെ EDയെ വിടും, CBIയെ വിടും, ആദായ നികുതി വകുപ്പിനെ വിടും. അവർ പോയി അന്വേഷണം ആരംഭിക്കുകയോ ഏതെങ്കിലും തരത്തിൽ കുറച്ച് രേഖകൾ എടുത്തുകൊണ്ട് വന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് BJPക്ക് കിട്ടിയത്. 41 അത്തരത്തിലുള്ള കമ്പനികളിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ 2471 കോടി രൂപയാണ് BJPയുടെ അക്കൗണ്ടിൽ വന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോയി പരിശോധന നടത്തിയതിനു ശേഷമാണ് അതിൽ 1691 രൂപ അക്കൗണ്ടിലേക്ക് BJP മാറിയെടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കൃത്യമായി EDക്ക് PMLA ആക്ട് പ്രകാരം ഒരു കേസിൽ ഇടപെടണമെങ്കിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായിട്ടേ പറ്റൂ. ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നതായി ബോധ്യപ്പെട്ട് ആ കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പണം കണ്ടെത്തി ആ പണം കള്ളപ്പണമാണ്, അത് വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ EDക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ പറ്റൂ. ഇവിടെ സെക്ഷൻ 210 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം ആരംഭിക്കുന്നു. 6 മാസമാണ് അതിന് സമയം നിശ്ചയിച്ചത്. ആ അന്വേഷണം ആരംഭിച്ചത് ജനുവരി മാസം 12-ാം തീയതിയാണ്. 18 ദിവസങ്ങൾക്ക് ശേഷം ജനുവരി മാസം 31-ന് സെക്ഷൻ 212 കമ്പനീസ് ആക്ട് പ്രകാരം SFIO അന്വേഷണം ഏറ്റെടുക്കുന്നു. അതിന് 8 മാസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതായത് 2024 സെപ്റ്റംബർ 30-31 വരെ 8 മാസം കാലാവധി നിലനിൽക്കുകയാണ് അതിന്റെ അന്വേഷണം. ആ അന്വേഷണം തുടരുന്നതിന്റെ ഇടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പോൾ BJPക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഗവൺമെന്റുകളെ എല്ലാം ആശങ്കയിലാക്കാനും അതുപോലെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് ദുർബലപ്പെടുത്താനും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആ FSIO അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടുപോയി ഒരു ECIR രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ആ അന്വേഷണം ഇങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ പറയാണ്. ഇതിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ ED ഈ കേസിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി കള്ളപ്പണം ഉണ്ട് എന്ന് കണ്ടെത്തുകയോ ആ കള്ളപ്പണം വെളുപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ട് വരികയോ അതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രജിസ്റ്റർ ചെയ്ത ക്രൈമിനെ തുടർന്ന് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി കള്ളപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ EDക്ക് ഈ രാജ്യത്ത് നിയമപ്രകാരം PMLA ആക്ട് പ്രകാരം ഇടപെടാൻ കഴിയൂ. അത്തരത്തിലൊന്നും ഇല്ലാത്ത ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുന്നോട്ട് പ്രചരണം ശക്തമായിട്ട് പോകുമ്പോൾ ECIR രജിസ്റ്റർ ചെയ്തു, ഇനി പല രൂപത്തിൽ ചോദ്യം ചെയ്യും, ഇടപെടും എന്നെല്ലാം വരുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ കേസിൽ കുടുക്കി ജയിലിലടച്ചതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഹേമന്ത് സോറൻ ജയിലിലാണ്. മറ്റു പല തോമസ് ഐസക്കിന് സമൻസ് അയച്ചിരിക്കുന്നു, വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നു. ഹൈക്കോടതി തന്നെ ചോദിച്ചു എന്തിനാണ് സമൻസ് എന്ന് ചോദിച്ച് സമൻസ് റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തുടർച്ചയായി പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരെ വേട്ടയാടുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭയപ്പാടുമില്ല ഏത് തരത്തിലും. അല്ല, ഇവിടെ സത്യത്തിൽ അരുൺകുമാർ എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നതെന്ന് സംബന്ധിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട്. കാരണം അന്തരിച്ച CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് നേരെ സമാനമായിട്ടുള്ള കേസുകൾ ഉണ്ടായപ്പോൾ അവർ ജയിലിൽ പോയപ്പോൾ എന്തായിരുന്നു അരുൺകുമാർ അടക്കമുള്ള CPM വക്താക്കളുടെ മറുപടി? അത് മറുപടി പറയേണ്ട ബാധ്യത പാർട്ടിക്കില്ല, കോടിയേരി ബാലകൃഷ്ണൻ ഇല്ല എന്നുള്ളതാണ് അന്നത്തെ മറുപടിയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയന്റെ മകൾക്ക് നേരെ അന്വേഷണം നടക്കുന്ന സമയത്ത് എന്തിനാണ് അരുൺകുമാർ ഭയക്കുന്നത്? അത് പിണറായി വിജയൻ മറുപടി പറയേണ്ടതില്ല, പാർട്ടി മറുപടി പറയേണ്ടതില്ല, പിണറായി വിജയന്റെ മകൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് എന്ന നിലപാട് സ്വീകരിച്ചാൽ പോരെ? അപ്പൊ എന്താ രണ്ട് നേതാക്കളുടെ മക്കൾ തമ്മിൽ രണ്ട് നീതി? അത് ശരിയായിട്ടുള്ള രീതിയല്ലല്ലോ.
അപ്പോൾ CPM-ന്റെ നേതാക്കൾ തമ്മിൽ പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരുന്നു, ഒരാൾ പാർട്ടി സെക്രട്ടറിയുടെ മക്കളായിരുന്നു എന്ന് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് നേരെ നടപടി ഉണ്ടായപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിലപാടും ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിലപാടും പറയുന്നു. ഒന്ന്. രണ്ട്, ഇവിടെ അരുൺകുമാർ ഉന്നയിക്കുന്നത് സാങ്കേതിക പ്രശ്നമാണ്. എന്താണ് സാങ്കേതിക പ്രശ്നം? ED-ക്ക് ഇത് അന്വേഷിക്കാൻ അധികാരമില്ല. ഇതിന് തൊട്ടുമുമ്പ് ഇവരുടെ വാദം എന്തായിരുന്നു? SFIOയ്ക്ക് ഇത് അന്വേഷിക്കാൻ അധികാരമില്ല എന്നായിരുന്നില്ലേ? എന്നിട്ട് ഇവരെന്ത് ചെയ്തു? കർണാടകയിലെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി, കേരളത്തിലല്ല കേട്ടോ, കർണാടകയിലെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി എക്സാലോജിക്ക് കേസ് കൊടുത്തു. ഇത് അന്വേഷിക്കാൻ SFIOയ്ക്ക് അധികാരമില്ല എന്നും ഈ അന്വേഷണം തടയണമെന്നും ആവശ്യപ്പെട്ടു. എന്തേ സംഭവിച്ചത്? കർണാടക ഹൈക്കോടതി എക്സാലോജിക്കിന്റെ അരുൺകുമാർ ചോദിക്കുന്നത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്താണ് എന്നുള്ളതാണ്. മണി ലോണ്ടറിംഗ് ആണ് എന്ന് തെളിയിക്കുന്ന പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതേ വാദം ഇവർ SFIO അന്വേഷണം വന്നപ്പോഴും ഉന്നയിച്ചെന്നേ. എന്നിട്ട് അത് തടയാൻ വേണ്ടി കർണാടക ഹൈക്കോടതി പോയി. കർണാടക ഹൈക്കോടതി എന്ത് പറഞ്ഞു? അന്വേഷണം നടത്താൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ ഈ വാദങ്ങൾ, അരുൺകുമാർ അടക്കമുള്ളവർ അന്ന് ഉന്നയിച്ച വാദങ്ങളെ കോടതി അംഗീകരിച്ചില്ല. ഇന്നിപ്പോൾ അരുൺകുമാർ വീണ്ടും ചില വിദണ്ഡ വാദങ്ങളുമായിട്ട് വരികയാണ്. ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഇവർക്കുണ്ടെങ്കിൽ ഇവർ ഇവിടെ ഉന്നയിക്കണം. അരുൺകുമാർ വക്കീലാണല്ലോ, കേരളത്തിലെ ഹൈക്കോടതിയിൽ പോയി ഉന്നയിക്കട്ടെ, വീണ വിജയന് വേണ്ടി അരുൺകുമാർ കേസ് വാദിക്കട്ടെ, എന്നിട്ട് പറയട്ടെ സാങ്കേതികമായി ED-ക്ക് കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ. എന്നിട്ട് അവിടുന്ന് ജയിച്ചു വരുന്നല്ലേ ഹീറോയിസം. അരുൺകുമാറിന് നല്ല പേരും കിട്ടും, വക്കീൽ എന്നുള്ള പേരും കിട്ടും. അതല്ലാതെ ചാനൽ മുറിയിലിരുന്ന് ഇത് സാങ്കേതികമായി ശരിയല്ല, ഇതിലെ രാഷ്ട്രീയം പറയൂ. മാസപ്പടി എന്ന രീതിയിൽ കേരളത്തിലെ ഒരു കരിമണലൂറ്റ് കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.72 കോടി ഉറുപ്പിക കിട്ടിയത് എന്ത് ചെയ്തിട്ടാണെന്ന് പറയണം. നിങ്ങൾ എന്ത് സേവനം ചെയ്തു? നിങ്ങൾ എന്ത് സോഫ്റ്റ്വെയർ പ്രവർത്തനം ചെയ്തു? അവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് നിങ്ങൾ റിപ്പയർ ചെയ്തോ? അല്ലെങ്കിൽ MS Excel നിങ്ങൾ റിപ്പയർ ചെയ്തോ? നിങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.72 crore rupees ആ കമ്പനി നൽകിയത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കേസിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. പ്രാഥമികമായി അരുൺകുമാറിനുള്ള മറുപടിയാണ് താങ്കൾ പറഞ്ഞത്. ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ജിൻഡോ ജോൺ, ഇത് ഒത്തുകളിയാണ് എന്ന് കോൺഗ്രസ് നിലപാടെടുക്കാൻ കാരണം? ശ്രീ നികേഷ്, അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിട്ട് വർഷങ്ങൾ എത്രയായി? അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന എന്താ? അഴിമതിക്ക് സമാനമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് തുല്യമായിട്ടുള്ള ഒരു ക്രൈം നടന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അഴിമതി ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട CBI ആണ്. CBI അന്വേഷിച്ചില്ല. അതിനുശേഷം ROCയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നു. അതിനുശേഷം 3 ROCകൾ ചേർന്നിട്ടുള്ള ജോയിന്റ് ആയിട്ടുള്ള അന്വേഷണം വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് SFI അന്വേഷണം വരുന്നത്. ROC അന്വേഷണത്തിന് 4 മാസത്തെ ടൈം കൊടുക്കുന്നു. അത് ലോക്സഭാ ഇലക്ഷന് മുമ്പ് വരുമ്പോൾ അതിന്റെ റിപ്പോർട്ട് എന്ത് തന്നെയായാലും അത് LDF-നും BJP-ക്കും ഒരേപോലെ പ്രശ്നമാകുന്നത് കൊണ്ട് അവർ SFI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അത് 8 മാസത്തെ കാലാവധി കൊടുക്കുന്നു. ഇത് നിൽക്കുന്നതിനിടയിലാണ് ED-യുടെ അന്വേഷണത്തിൽ അവർ ECR രജിസ്റ്റർ ചെയ്യുന്നത്. ED അന്വേഷണം വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ തുടങ്ങിയത് ഇപ്പോഴല്ല. 2021 ED-യുടെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് വിവരങ്ങൾ കിട്ടി. കേരളത്തിലെ CPM നേതാക്കന്മാർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് വീണ വിജയനെയോ വീണ വിജയന്റെ കമ്പനിയോ ഇതേവരെ കേൾക്കാൻ ശ്രമിച്ചിട്ടില്ല, അവരുടെ ഭാഗം പറയാനുള്ള അവസരം കൊടുത്തിട്ടില്ലെന്ന. നമ്മൾക്ക് വീണ വിജയൻ ബാംഗ്ലൂർ ഹൈക്കോടതി പോയതിനു ശേഷം കിട്ടിയ റിപ്പോർട്ടുകൾ പഠിക്കുമ്പോൾ 15-ലധികം പ്രാവശ്യം വീണ വിജയനും വീണ വിജയന്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം കത്തിയിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 2022 7 മാസം 22-ാം തീയതി വീണ വിജയൻ നേരിട്ട് ഹാജരായിട്ട് അവരുടെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ തൃപ്തികരമല്ല, ഇത് കള്ളപ്പണം വെളുപ്പിക്കലിന് സമാനമായിട്ടുള്ള കുറ്റമാണെന്നുള്ള കണ്ടെത്തൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര കാലതാമസം വന്നു ഈ കേസിൽ ഒരു നടപടി സ്വീകരിക്കാൻ? ഇപ്പോൾ DK ശിവകുമാറിനെ പോലെ അല്ലെങ്കിൽ P ചിദംബരത്തെ പോലുള്ള നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ED മതിൽ ചാടിക്കടന്നുകൊണ്ടാണ്. പക്ഷേ ഈ ED ഉൾപ്പെടെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ നിൽക്കുമ്പോൾ IT ഡിപ്പാർട്ട്മെന്റ്, ED അതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയനെ കാണുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ ED കേന്ദ്ര സർക്കാരിന്റെ വേട്ട നായ്ക്കളാണെന്ന് പറയുമ്പോൾ കേരളത്തിലെത്തുമ്പോൾ പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ പാർട്ടി സഖാക്കന്മാരെയോ കുടുംബാംഗങ്ങളെ കാണുമ്പോൾ നായ്ക്കൾക്ക് തോന്നുന്നത് യജമാന തുല്യമായിട്ടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹത്തിൽ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ള അലയൊലികൾ അതിന്റെ പിൻപറ്റിക്കൊണ്ട് കേരളത്തിലും ആളുകളുടെ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കും കുടുംബത്തിനും അനുകൂലമായിട്ടൊരു ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ എനിക്ക് താങ്കളുടെ പൊളിറ്റിക്കൽ പോയിന്റ് മനസ്സിലായി. പക്ഷേ അതിനപ്പുറത്തേക്ക് 1.72 അപ്പുറത്തേക്ക് ഈ CMRL ആണല്ലോ ഇതിനകത്ത് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വാഭാവികമായും അടിസ്ഥാനപരമായി അന്വേഷിക്കാൻ ED-ക്ക് കഴിയുക CMRL-ലാണ്, എക്സാലോജിക്കിലല്ല. ശരിയാണ്, കക്ഷിയായിരിക്കും എക്സാലോജിക്ക്, അതുപോലെ തന്നെ KSIDC എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പരിശോധിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണല്ലോ.
എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഓൾസോ ഫെയിൽ ടു മീറ്റ് അനദർ റിക്വയർമെൻറ്റ് റിലേറ്റഡ് ടു അക്സെപ്റ്റൻസ് ഓഫ് ക്യാഷ് ഡൊണേഷൻസ് അബൌട്ട് 20,000 rupees. The department said the party accepted cash donations of over 14 lakhs, resulting in a loss of its exempt status. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സംഭാവന സ്വീകരിക്കാനുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇളവ് അല്ലെങ്കിൽ എക്സംപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് എടുത്തു കളഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 20,000 രൂപക്ക് മുകളിൽ, അതായത് 14,000 രൂപ വരെ കോൺഗ്രസ് പാർട്ടി ഈ പണമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന 136 കോടിയുടെ കണക്ക് കൂടി വരികയാണ് എങ്കിൽ അത് ഒരുപക്ഷെ ഈ പറഞ്ഞ നേരത്തെ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ഇൻകം ടാക്സ് ട്രിബ്യൂണലിൻ്റെ റിപ്പോർട്ടിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കളടക്കമുള്ള UDF നേതാക്കളടക്കമുള്ളവരുടെ കാര്യം കൂടി ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണോ കാണേണ്ടത്? അല്ല ശ്രീ നികേഷ്, ഞങ്ങൾ ഒരു കാരണവശാലും UDFന്റെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു ബൂത്ത് ലെവലിലെ സെക്രട്ടറി എങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇൻകം ടാക്സിന്റെയോ ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ EDയുടെയോ അന്വേഷണം കേരളത്തിലേക്ക് വരണ്ടെന്ന്? എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വന്ന പണവും കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് നിയമവിരുദ്ധമായിട്ട് കൊടുത്തിട്ടുള്ള പണം ആർക്കൊക്കെ കിട്ടി, എങ്ങനെയൊക്കെ കിട്ടി എന്ന് അന്വേഷിക്കട്ടെ. കോൺഗ്രസിന്റെയും UDFന്റെ നേതാക്കന്മാർക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും അങ്ങനെയുള്ള ആളുകൾക്കും സാമൂഹ്യ നേതാക്കന്മാർക്കും ഒക്കെ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്നും അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്കൊരു തർക്കവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ UDFന്റെ ഏതെങ്കിലും നേതാവ് ഇതിൽ അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ പോയിട്ടുണ്ടോ? വീണ വിജയൻ എന്തുകൊണ്ടാണ് കോടതിയിൽ പോയത്, ഹൈക്കോടതിയിൽ പോയത്? അവരുടെ കമ്പനിയിലേക്ക് അനധികൃതമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് സമാനമായിട്ട് വന്നിട്ടുള്ള കേസുകൾ അന്വേഷിക്കരുതെന്ന് പറയാനാ കോൺഗ്രസിന്റെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടെ മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ ഹൈക്കോടതിയിൽ പോയത് എന്തിന്റെ പേരില്ല? പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്തിനാ ഹൈക്കോടതിയിൽ പോയത്? അവരുടെ കമ്പനിയിലേക്ക് വന്ന കള്ളപ്പണത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് കോൺഗ്രസ് പറയുന്നത് ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പിണറായി വിജയനെ കാണുമ്പോൾ വല്ലാത്ത സ്നേഹമാണ്. ഇപ്പൊ MP ഗോവിന്ദൻ പറയുന്നില്ലേ അക്ഷയപാത്രത്തെ കുറിച്ച്? CPMന്റെയും പിണറായി വിജയന്റെയും അക്ഷയപാത്രമാണ് എക്സാലോജിക് സൊല്യൂഷൻസ്. 2017 നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയതുപോലെ തന്നെയാണ് അതേ കാലഘട്ടത്തിൽ കേരളത്തിൽ പിണറായി വിജയന്റെ മകൾ എക്സാലോജിക് സൊല്യൂഷൻസ് തുടങ്ങിയത്. ഇത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി പണം വന്നാൽ അത് കള്ളപ്പണമല്ല വെള്ളപ്പണമാണെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട സഖാക്കന്മാരെ പറ്റിക്കുന്ന നിലപാടാ. ഇതിനോട് സമാനമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമില്ലേ? കരുവന്നൂരിലെ ED അന്വേഷണം എന്തായി? ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ ചോദിച്ചത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ED അന്വേഷണം വന്ന സമയത്ത് ഈ പെടാപ്പാട് നിങ്ങളൊന്നും പെട്ടിട്ടില്ലല്ലോ, ചർച്ചകളിൽ നിങ്ങളെയൊന്നും കണ്ടില്ലല്ലോ എന്നാണ്. ഇവിടെ ശരിക്കും ഞാൻ ഉന്നയിച്ചത് ED അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും മെറിറ്റുള്ള വാദം തന്നെയാണ്, നിയമപരമായിട്ടുള്ള വാദമാണ്. PMLA ആക്ട് ആണല്ലോ ഇതിന് ബേസ്. PMLA ആക്ട് പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇടപെടാൻ കഴിയുന്ന മേഖലകൾ ഏതൊക്കെ, എങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാം, എപ്പോൾ ഇടപെടാം എന്നതിനെ കുറിച്ചിട്ടാണ്. അതിന് കൃത്യമായി സാങ്കേതികമായിട്ടുള്ള ഒരു വാദം എന്നതാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. പിന്നെ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസെടുത്തപ്പോൾ ഞങ്ങൾ എങ്ങനെയാ പ്രതിരോധിച്ചതെന്നൊന്നും താങ്കൾ എന്നെ പഠിപ്പിക്കേണ്ട. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അന്നും കള്ളക്കേസാണ്. നേതാക്കന്മാരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി നേതാക്കന്മാരുടെ മക്കളെ കള്ളക്കേസ് കൊടുക്കും. 1.5 വർഷം കഴിഞ്ഞ് ഒന്നുമില്ലെന്ന് കണ്ടെത്തി അങ്ങ് പുറത്തേക്ക് വിടും. ആ സഖാവിന്റെ അവസാന ജീവിതഘട്ടത്തിൽ രോഗബാധിതനായി ഇരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോഴുള്ള സാഹചര്യം നിങ്ങളുടെ തന്ത്രം കൃത്യമായി എല്ലാവർക്കും വ്യക്തമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലുവാനുള്ള, എല്ലാവരും കൊന്നുകളയാനുള്ള ഒരു വാശിയും ദേഷ്യമുണ്ട്. കാരണം ഇലക്ട്രൽ ബോണ്ട് 1 രൂപ പോലും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ കൈപ്പറ്റില്ല എന്ന് പ്രഖ്യാപിച്ച് നിയമ പോരാട്ടം ഞങ്ങൾ നടത്തി. അവസാന ഘട്ടം വരെ SBIയെ സ്വാധീനിച്ചുകൊണ്ട് ഈ വിവരം പുറത്തു വരാതെ നിങ്ങൾ പരമാവധി നോക്കി. പരമോന്നത നീതിപീഠത്തിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് ഇലക്ട്രൽ ബോണ്ട് ആര് എപ്പോൾ എങ്ങനെ തന്നു, എങ്ങനെ BJPക്ക് കിട്ടി എന്നതിനെ കുറിച്ച് സുതാര്യമായ വിവരം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 2741 കോടി രൂപ. ഇത് നിങ്ങളിവിടെ 1.72 കോടി അല്ല, 2741 കോടി രൂപ നിങ്ങൾക്ക് കിട്ടിയത് ഈ EDയെയും CBIയെയും ആദായ നികുതി വകുപ്പിനെയും വിട്ടിട്ടാണ് ഓരോ കമ്പനികളിലേക്ക്. 5 ദിവസത്തിനുള്ളിൽ ഈ കമ്പനി പോയി രേഖകൾ എടുത്തു വരും. 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അത് പണമാക്കി മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ വേട്ട നായ്ക്കളെ പോലെ ഇങ്ങനെ പറഞ്ഞു വിട്ടത് നിങ്ങൾ. ഈ വിവരം ജനങ്ങളുടെ മുന്നിലെത്തി. ഞങ്ങൾക്ക് വെറും 1.72 കിട്ടിയുള്ളൂ, അവർക്ക് 2741 കിട്ടിയിട്ടുണ്ട് എന്നാണോ? ഒരിക്കലുമല്ല.
ഞങ്ങൾ പറഞ്ഞത് ഈ രാജ്യത്തെ ഏറ്റവും ഗൗരവമായ അഴിമതിയുടെ കഥ പുറത്തു വന്ന് യഥാർത്ഥ അഴിമതി ഈ രാജ്യം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ വിരട്ടാനും ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും കള്ളക്കേസുമായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കും. നിങ്ങളുടെ ഏറ്റവും ആജീവനാന്ത ശത്രുവായി CPM മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഏത് കേസും നിങ്ങളുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിലേക്ക് ഇടപെടും എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ED ഇപ്പോൾ ഇടപെട്ടിരിക്കുന്ന സാഹചര്യം അത് PMLA ആക്ട് പ്രകാരമല്ല, ഈ രാജ്യത്തുള്ള ഏതെങ്കിലും നിയമപ്രകാരമല്ല. ഇവിടെ കർണാടകത്തിലെ ഹൈക്കോടതിയിൽ എക്സാലോജിക് കമ്പനി പോയത് നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനി അന്വേഷണം ആരംഭിച്ച് 6 മാസം കാലാവധി കൊടുത്ത് അന്വേഷണം ആരംഭിച്ച് 10-18 ദിവസം കഴിയുമ്പോഴേക്കും അതേ കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 212 പ്രകാരം മറ്റൊരു ഏജൻസി വരുന്നു. അപ്പോൾ 2 ഇൻവെസ്റ്റിഗേഷൻ പാരലലായിട്ട് നടക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ എന്ന രൂപത്തിലാണ് ആ അന്വേഷണത്തിനെതിരെ കേസ് പോയത്. അവിടെയൊക്കെ വ്യക്തത വരുത്തിയിട്ടാണല്ലോ കോടതി നടപടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ 210 പിന്നെ നിലനിൽക്കുന്നില്ല. 212 വന്നതോടുകൂടി 210ന്റെ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ തന്നെയും 212 ഏറ്റെടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പാരലൽ അന്വേഷണം അക്കാര്യത്തിൽ ഇല്ല. അല്ല, പക്ഷേ 212 തുടങ്ങുന്ന ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ മറ്റേത് ഇൻവെസ്റ്റിഗേഷൻ 210 പ്രകാരം നടക്കുന്നുണ്ടെങ്കിലും പാരലലായി നടത്താമെന്നാണ് 212ന്റെ തുടക്കം തന്നെ തുടങ്ങുന്നത്. അത് അവിടെ കോടതി ക്ലാരിഫൈ ചെയ്തു. അതിനെതിരെ അപ്പീൽ പോയോ? ഇല്ലല്ലോ, അപ്പീൽ പോയിട്ടില്ലല്ലോ. ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയല്ലേ. ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് ഇതിൽ കള്ളപ്പണം ഉണ്ടെന്നോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു ഇല്ലീഗൽ ഗെയിനോ ഒരു ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ നേടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് എന്താണ് EDക്ക് റോള്? അതാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം. അതിന് സന്ദീപ് വാര്യർ മറുപടി പറഞ്ഞില്ലല്ലോ. ഒരാൾക്കും മറുപടി പറയാൻ കഴിയില്ല. അതായത് ഈ അങ്ങനെയല്ലോ. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, താങ്കൾക്കറിയാം IPCയില് എല്ലാ വകുപ്പുകളും ഷെഡ്യൂൾഡ് ഒഫൻസിൽ വരുന്നതല്ല. ചില നിശ്ചിത വകുപ്പുകളാണ് ഷെഡ്യൂൾഡ് ഒഫൻസിൽ വരുന്നത്. ഇപ്പോൾ SFIO അന്വേഷിക്കുന്ന ക്രൈം യഥാർത്ഥത്തിൽ ഷെഡ്യൂൾഡ് ഒഫൻസിൽ വരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ED. നോക്കൂ, നമ്മളിപ്പോൾ IPCയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ EDക്കും സമാന്തരമായ അന്വേഷണം നടത്താം. അത്രേ ഇപ്പോൾ SFIയുടെ അന്വേഷണത്തിന് സമാന്തരമായി ED ചെയ്യുന്നുള്ളൂ. അതിലെന്താ കൺഫ്യൂഷൻ? ഇല്ല, അതില് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി കള്ളപ്പണം കണ്ടെത്തണം. ആ കള്ളപ്പണം വെളുപ്പിക്കാൻ പല രൂപത്തിൽ ശ്രമിച്ചതായി ബോധ്യപ്പെടണം. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് EDക്ക് ഇടപെടാൻ കഴിയുക. അവിടെയാണ് അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ നേരത്തെ ഞാൻ ജിൻഡോ ജോണിന്റെ ചോദ്യത്തില് അത് ഉൾക്കൊള്ളിച്ചത്. ഇത് വെറും 1.72 ആണ് എന്ന് ആര് പറഞ്ഞു താങ്കളോട്? ഇതിനകത്ത് അടിസ്ഥാനപരമായി അന്വേഷിക്കുക CMRLന്റെ ഇടപാടുകളാണ്. നോക്കൂ, നിങ്ങൾ തന്നെ പറയുന്നത് എന്താണ്? 2004 AK ആന്റണിയുടെ സർക്കാർ CMRLന്റെ കമ്പനിയുടെ പഴയ രൂപത്തിന് നൽകിയിട്ടുള്ള കരാറുകൾ 1000 കോടി രൂപയുടേതാണ്. ആ 1000 കോടി രൂപയുടെ കരാറ് ചിലപ്പോൾ അനുമതിയുടെ അടിസ്ഥാനത്തിൽ, അനുമതി ഇല്ലാത്തതിൻ്റെ മറവിൽ ഒക്കെ തന്നെയും ഈ CMRL എന്ന് പറയുന്ന കമ്പനി വലിയ നിലയിൽ ഖനനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ ഈ പറയുന്ന കുറച്ച് വർഷങ്ങളുടെ മാത്രം കണക്കെടുത്തപ്പോൾ ആദായ നികുതി വകുപ്പ് പറയുന്നത് എന്താണ്? 156 കോടി രൂപയുടെ പണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക്, മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ്. ഇതൊക്കെ വിതരണം ചെയ്തിട്ടുള്ളത് അക്കൗണ്ട് മുഖേനയല്ല, ഇതൊക്കെ വിതരണം ചെയ്തിരിക്കുന്നത് പണം മുഖേനയാണ് എന്നുള്ളതാണ്. നോക്കൂ, ആ പണം മുഖേനയാണ് വിതരണം ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്, പ്രൊസീഡ്സ് ഓഫ് ക്രൈം നടന്നിട്ടുണ്ട്. അതെ, അത് ഇവിടെ CMRL നടത്തിയ പ്രവർത്തനങ്ങളോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ കൊടുത്ത പണമോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി SFIയോ മറ്റേതെങ്കിലും ഏജൻസിയോ അന്വേഷിച്ചോട്ടെ. ഇവിടെ ആദായ നികുതി വകുപ്പ് എക്സലോജിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം, സർവീസിനാണോ പണം വാങ്ങിയത്, അത് ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ, ആദായ നികുതി വകുപ്പിന് പണം കൊടുത്ത ട്രാൻസാക്ഷൻ, SGST അടച്ച ട്രാൻസാക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കണക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നതാണ് ഞങ്ങളുടെ. എങ്ങനെ അറിയാം അഡ്വക്കേറ്റ് അരുൺകുമാറിന് ഇത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്രമാണ് അന്വേഷണമെന്ന്? ഇത് CMRLുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. അതിനകത്ത് എക്സാലോജിക് വരും. കാരണം എക്സാലോജിക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് KSIDC വരും. കാരണം CMRLന്റെ ഷെയർ ഹോൾഡറാണ് KSIDC എന്ന് പറയുന്നത്. അതിനകത്ത് രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും ഒക്കെ വരും അരുൺകുമാർ. അതുകൊണ്ട് നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കാര്യത്തിനകത്ത് ഓവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.
അല്ല, ഞങ്ങൾ ഒരു ഓവർ ടെൻഷൻ ഞങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും നിയമപരമായിട്ടുള്ള പോയിന്റാണ് ഞങ്ങൾ പറഞ്ഞത്. ഇഡിക്ക് ഇടപെടാൻ പറ്റിയ സാഹചര്യമാണോ ഇപ്പോ? ഇവിടെ SFIO നടത്തുന്ന ഇൻവെസ്റ്റിഗേഷന് വേണ്ടി 8 മാസം സമയം കൊടുത്തിരിക്കുന്നു. ആ 8 മാസത്തിൽ കേവലം 2 മാസമേ ആയിട്ടുള്ളൂ. SFIO 8 മാസം വേണ്ട, 2 മാസം കൊണ്ട് ഞങ്ങൾ ഇന്നത് കണ്ടെത്തി, ഇതിൽ ഇത്ര രൂപ കള്ളപ്പണമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയാണ്, ഇന്ന തരത്തിലുള്ള നിയമവിരുദ്ധത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. കോടതി അതിന്റെ ഭാഗമായി ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നു. ഈ കേസിൽ ഒരു FIR ഇല്ല മിസ്റ്റർ. FIR ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ അന്വേഷണം ECIR പറ്റൂ. ഒരു FIRന്റെ ഇൻ ദി ലൈറ്റ് ഓഫ് FIR മാത്രമേ SFIOയുടെ ഷെഡ്യൂൾഡ് ക്രൈം എന്ന് പറയുന്നത് ഇതാണ്. SFIOയുടെ ഷെഡ്യൂൾഡ് ക്രൈം എന്ന് പറയുന്നത് ഇഡിക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. എങ്ങനെ പറയും? ഞാൻ പറയുന്നത് കൃത്യമാണ്, അങ്ങക്ക് ഇത് മനസ്സിലാകും. കാരണം ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ രാജ്യത്തെ ഏതുമായിക്കോട്ടെ, കേരള പോലീസോ തമിഴ്നാട് പോലീസോ CBIയോ ക്രൈംബ്രാഞ്ചോ, ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി FIR രജിസ്റ്റർ ചെയ്ത് ആ ക്രൈമിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നതിന്റെ വാക്ക് എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്? ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി മണി കണ്ടെത്തണം. ആ മണി കള്ളപ്പണമാണ് എന്നുള്ള ഒരു സംശയമെങ്കിലും വേണം. ആ പണം വെളുപ്പിക്കാൻ പല രൂപത്തിലുള്ള ശ്രമം നടത്തുന്നു എന്നെങ്കിലും ഒരു സംശയം വേണം. FIR ഇല്ല, പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇല്ല. ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ അരുൺകുമാറിന് എങ്ങനെ അറിയാം? നോക്കൂ, ഈ കാര്യത്തിനകത്ത് SFIOയുടെ അന്വേഷണം 2 മാസം പിന്നിട്ടു എന്നാണല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ താങ്കൾ പറയുന്നത്. നോക്കൂ, നിങ്ങൾ 120 അനുസരിച്ചുള്ള കമ്പനി ലോ അനുസരിച്ച് 120 അനുസരിച്ചുള്ള അന്വേഷണത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു പതിവില്ല എന്ന് പറഞ്ഞവരാണ്. അല്ലെങ്കിൽ കോടതിയിൽ ആ നിലയിലാണ് വീണ വിജയൻ്റെ എക്സാലോജിക്ക് വാദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇപ്പോൾ 212 അനുസരിച്ച് ഈ അന്വേഷണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ഇൻട്രീം റിപ്പോർട്ട് നമുക്ക് തരണമെന്ന് ആ 212 പ്രകാരം പറയുന്നില്ല. അപ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും EDയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഇന്ന കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാകും. അക്കാര്യത്തിൽ അരുൺകുമാർ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത് എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം. കാരണം നിങ്ങൾ മുൻകാലങ്ങളിൽ ഒന്നും തന്നെയും ഇങ്ങനെ നേതാക്കളുടെ മക്കളുടെ കമ്പനികൾക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ ഈ നിലയിൽ ആശങ്കപ്പെട്ടിട്ടില്ല. പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു ആശങ്ക വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. അല്ല മിസ്റ്റർ നികേഷ്, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആദ്യമായിട്ട് തുടങ്ങിയതല്ലോ. ഞങ്ങൾ എത്ര നാളായി ഇത് കാണുന്നു. ഇവിടെ ലാവ്ലിൻ കേസ് മുതൽ കമല ഇന്റർനാഷണൽ മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ ഖുറാന്റെ രൂപത്തിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ED ആയിക്കോട്ടെ, കസ്റ്റംസ് ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, ആദായ നികുതി ആയിക്കോട്ടെ, ഒരടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവർ റിപ്പോർട്ട് കൊടുത്തല്ലോ ശരി, നമ്മൾ തമ്മിലുള്ള ഒരു സംവാദമായി ഇത് പരിണമിക്കുന്നത് മറ്റുള്ള അതിഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ അങ്ങയിലേക്ക് വരാം, നമുക്ക് സമയം ഉണ്ടാവുമല്ലോ. ശ്രീ സന്ദീപ് വാര്യർ, ഇതിനകത്തുള്ള പ്രശ്നം എന്താണ്? നോക്കൂ, 8ാം തവണയും ഡോക്ടർ TM തോമസ് ഐസക്കിന് സമൻസ് നൽകിയിരിക്കുന്നു. 9ാം തവണ സമൻസ് കൊടുത്തപ്പോഴാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 9ാം തവണയിൽ തന്നെയാണ് ഇപ്പോൾ കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഒന്ന്, അടുത്ത തവണ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തവണ കൂടി സമൻസ് കൊടുക്കുന്നു, തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ മകളെ ED ആഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി, ഇതിൻ്റെയൊക്കെ തന്നെയുമുള്ള ഒരു എന്താ പറയുക വാർത്താപരമായ പ്രാധാന്യം ഇത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണോ BJP ലക്ഷ്യമിടുന്നത്? ഞാൻ അതിലേക്ക് വരാം. മുമ്പ് ശ്രീ ജിൻഡോ ജോണും അതുപോലെ തന്നെ അരുണും പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. അരുണ് വളരെ വാചാലമായിട്ട് പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് നേരെ കേസ് വന്നപ്പോഴും ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണ്ട, കോടിയേരിയുടെ കുടുംബത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. കോടിയേരി മരിച്ചപ്പോൾ പാർട്ടി എങ്ങനെയാണ് പെരുമാറിയതെന്ന് കോടിയേരിയുടെ ബഹുമാന്യായിട്ടുള്ള ഭാര്യ തന്നെ പുറത്തു പറഞ്ഞു. അത് പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ മനോരമയിൽ അവർ അഭിമുഖം കൊടുത്തതിൻ്റെ പേരിൽ അന്നേ ദിവസം തിരുവനന്തപുരത്തെ പ്രമാദമായിട്ടൊരു ക്ലബ്ബിൽ നിങ്ങൾ റെയ്ഡ് നടത്തി. അവരുടെ സഹോദരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. അതും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയിട്ടുള്ള അവരുടെ സഹോദരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കോടിയേരിയുടെ കുടുംബത്തെ വരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇത് തലശ്ശേരിയിലെയും കണ്ണൂരിലെയും മുഴുവൻ CPM നേതാക്കന്മാർക്ക് അറിയാം. കോടിയേരിയുടെ കുടുംബത്തെ നിരന്തരമായി പിണറായി വിജയൻ CPM വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംരക്ഷിക്കാൻ നിങ്ങൾ നിന്നിട്ടില്ല. ഇത് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് കോടിയേരിയുടെ മൃതദേഹം
വിലാപയാത്രയായി പോകണമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പോലും നടത്തി കൊടുക്കാത്ത നിങ്ങൾ കോടിയേരിക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ CPM-നകത്തുള്ള CPM-നെ സ്നേഹിക്കുന്ന കോടിയേരിയെ സ്നേഹിക്കുന്ന സഖാക്കൾ പുച്ഛിച്ച് തള്ളും അരുണിനെ. മനസ്സിലായല്ലോ? ഇനി അരുൺ പറഞ്ഞ കാര്യം, അരുൺ നേരത്തെ പറഞ്ഞ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കൂ. എന്നിട്ട് അരുൺ പറയൂ, നിങ്ങൾ എന്ത് സേവനമാണ് ഈ കരിമണൽ കമ്പനിക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ കൊടുത്തിട്ടുള്ളത്? എന്ത് സേവനമാണ്? ആ സേവനം എന്താണെന്ന് അരുൺ കഴിഞ്ഞ 6 മാസമായി ചർച്ചയിൽ വന്നിട്ടും എവിടെയും പറഞ്ഞാൽ എനിക്കറിയില്ല. ചോദിക്കുമ്പോൾ മുഴുവൻ ബബ്ബബ്ബ അടിക്കുന്നതല്ലാതെ ചെയ്യുന്ന സേവനം എന്താണെന്ന് പറയുന്നില്ല. പ്രധാനപ്പെട്ട ചോദ്യം, ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പ്രേക്ഷകരുടെ ചോദ്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് ചെയ്തു കൊടുത്തിട്ടാണ് 1.25 കോടി രൂപ കിട്ടിയത്? ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടുള്ള വാർത്ത, 2 ദിവസം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത് എന്താ? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വരുമാനം എന്നു മുതലാണ് വർദ്ധിക്കുന്നത്? 2014 തുടങ്ങിയ കമ്പനിയാണ്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം 128% വർധനവുണ്ടാവുകയാണ് അവരുടെ വരുമാനത്തിൽ. മാത്രമല്ല, ഒരു സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്നതിലധികം 60% ചെലവ് ശമ്പളത്തിനായി കൊടുക്കുന്നു. ഒരു സെക്കൻഡ്, ഞാനത് വേണമെങ്കിൽ കണക്കെടുത്ത് വായിക്കണം. 128% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഈ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ED-യും SFIO അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണോ? ഞാൻ അതിലേക്ക് വരാം. നികേഷ്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഈ എക്സാലോജിക്കിന് പണം കിട്ടിയിട്ടുള്ളത് കേവലം CMR-ൽ നിന്ന് മാത്രമൊന്നുമല്ല. ഈ കോഴിക്കോട് ഭാഗത്തുള്ള 2 ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട്, മറ്റ് പല സ്ഥാപനങ്ങളിൽ പണം കിട്ടിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് പണം നൽകിയതാണെന്ന് CMR-ൽ തന്നെ, CMR-ലെ ഭാരവാഹികൾ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ കൊണ്ടുപോയി അവര് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസും പൊല്ലാപ്പും ഒക്കെ വന്നിട്ടുള്ളത്. ഇത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ നിന്നുണ്ടായിട്ടുള്ള കേസാണ്. അല്ല, അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ ഭാഗമായി ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ അവരുടെ ഫൈനൽ വെർഡിക്റ്റിൽ തന്നെ വന്നിട്ടുള്ള വാചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പൊല്ലാപ്പ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ആ പൊല്ലാപ്പ് ഉണ്ടായതിന്റെ ഉത്തരവാദി എങ്ങനെയാണ് ഞങ്ങളാവുന്നത്? ഇനി ഒരു കാര്യം, നികേഷ് ചോദിച്ച കാര്യം, CMR-നെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് എന്തിനാത്ര പൊറുതികേട്? CMR-ൽ നടത്തിയിട്ടുള്ള അനധികൃത ഇടപാടുകൾ പരിശോധിക്കേണ്ട എന്ന അഭിപ്രായം അരുൺകുമാറിനുണ്ടോ? അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് പണം കിട്ടിയിട്ടുണ്ടല്ലോ, യശസ്വീരനായിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് പണം കിട്ടിയിട്ടുണ്ടല്ലോ, PK കുഞ്ഞാലിക്കുട്ടിക്ക് പണം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം അന്വേഷിക്കട്ടെന്നേ. ഇപ്പൊ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. ഇവിടെ ഈ അന്വേഷണം തടയണമെന്ന് ആഗ്രഹിക്കുന്ന വാസ്തവത്തിൽ കോൺഗ്രസും CPM-ഉമാണ്. ഇവിടെ നോക്കൂ, ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നാളെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പോയി പിണറായി വിജയന് വേണ്ടി സത്യാഗ്രഹം ഇരിക്കില്ല എന്ന് പറയാൻ ജിൻഡോ ജോണിന് സാധിക്കുമോ? അപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു നിലപാട്, ഡൽഹിയിൽ പോയാൽ മറ്റൊരു നിലപാടാണ്. ഒരു സ്ഥലത്ത് ഇവിടെ സന്ദീപ് ഒരു കാര്യത്തിനകത്ത് ഒരു വ്യക്തത നൽകി മുന്നോട്ട് പോകുന്നത് നമുക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യുമെന്ന് കരുതുകയാണ്. അതായത് ഇതിനകത്തൊരു കള്ളപ്പണ ഇടപാട് നടന്നതായി, പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉള്ളതായി എങ്ങനെയാണ് ഇപ്പോൾ ED-ക്ക് മനസ്സിലായിരിക്കുന്നത്? SFIO-യുടെ ഈ പറയുന്ന 2 മാസത്തെ അന്വേഷണത്തിൽ ആ നിലയിലുള്ള ഒരു സൂചനയും അഡ്വക്കേറ്റ് KS അരുൺകുമാറിനില്ല. മാത്രമല്ല, ഇതിനകത്ത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ടാക്കി നികുതി അടച്ച് ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം ഇടപാട് നടത്തി എന്ന കേസ് മാത്രമേ ആർക്കുള്ളൂ? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനുള്ളൂ. സേവനം റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ട് എങ്കിൽ നിങ്ങൾ SFIO അന്വേഷണം നടത്തുമോ? അല്ലെങ്കിൽ ED അന്വേഷണം നടത്തുമോ? സേവനമുണ്ട് എന്ന് ഈ എക്സാലോജിക്കും പറയുന്നു. താങ്കൾ പറഞ്ഞ നേരത്തെയുള്ള മൊഴി ഉണ്ടെങ്കിൽ തന്നെയും പിന്നീട് നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ CMR-ലും പറയുന്നു. ഇങ്ങനെ ഒരു കേസിലാണോ SFIO അന്വേഷണവും ED അന്വേഷണവും സാധാരണഗതിയിൽ നടക്കാറുള്ളത്? അങ്ങനെ മുൻകാലങ്ങളിൽ ഒരു SFIO അന്വേഷണവും ED അന്വേഷണവും നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് പറയാമോ ശ്രീ സന്ദീപ് വാര്യർ? ഒരു സെക്കൻഡ് നികേഷ്, ഇവിടെ ഈ വിഷയത്തിൽ സാങ്കേതികമായിട്ടുള്ള തടസ്സവാദങ്ങൾ ഉണ്ടെങ്കിൽ ഇവർ ഉന്നയിക്കേണ്ടത് കോടതിയിലാണ്. ഇൻവെസ്റ്റിഗേഷൻ ഏത് ഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് സംബന്ധിച്ച് ഞങ്ങൾ ആ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാറില്ല. അത് സംബന്ധിച്ചിട്ടുള്ള ആഭ്യന്തര വിവരങ്ങൾ ലീക്ക് ചെയ്ത് ഒരു ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുകയുമില്ല. കാരണം CPM-നെ പോലെ കേരള പോലീസ് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനുകളിൽ ഇടപെടുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും ഇത്തരം ഇൻവെസ്റ്റിഗേഷനിൽ പോയി ഇടപെടാറില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം പറയാനാണ് വന്നിരിക്കുന്നത്. BJP ഈ കാര്യത്തിലുള്ള കാര്യം പറയാൻ, ED-ക്ക് പറയാനുള്ള നിങ്ങൾ ED-യോട് ചോദിക്കണം. എന്തുകൊണ്ട് ED എന്താണ് ED-യുടെ കയ്യിൽ കിട്ടിയത് പറയും, അവർ പറയട്ടെ. അതൊക്കെ അവിടെ വെക്കട്ടെ. അല്ല, പക്ഷേ ഇക്കാര്യത്തില് ശരിയാണ് ശ്രീ സന്ദീപ് വാര്യർ, ഇക്കാര്യത്തിൽ അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ള വിവരങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾക്ക് ലീക്ക് ചെയ്ത ഒരു മാധ്യമത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനകം
IGSTയുടെ അന്വേഷണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. വിജിലൻസ് കോടതിയിൽ ഈ വിഷയം വന്നു കഴിഞ്ഞിരിക്കുന്നു. 210 പ്രകാരമുള്ള കമ്പനി ആക്ട് പ്രകാരമുള്ള അന്വേഷണം ഒരു പരിധിവരെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയുള്ള ഇപ്പോൾ നടക്കുന്നത് SFIO അന്വേഷണം. ഇപ്പോൾ ED അന്വേഷണം നടക്കാൻ പോകുന്നു. നാളെ CBI വരുമെന്ന് പറയുന്നു. അപ്പോൾ 3 പൂർത്തിയായി, ഇനി 3 കൂടി നടക്കാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് രാഷ്ട്രീയ വിരോധം എന്ന് KS അരുൺകുമാറിൻ്റെ പാർട്ടി പറയുന്നത്. അത് KS അരുൺകുമാറിന്റെ പാർട്ടി കിട്ടിയ സുവർണാവസരമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തി വീണ വിജയന് പുറത്തു വരാനുള്ള ഒരു അവസരം ഞങ്ങൾ തന്നിരിക്കുകയല്ലേ. നിങ്ങൾ പുറത്തു വാ, നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പുറത്തു വാ. പക്ഷെ അരുൺകുമാറിന് അറിയുമെങ്കിൽ ഞങ്ങളോട് പറയണ്ട, ചാനൽ പറയണ്ട, അരുൺകുമാർ EDയുടെ മുന്നിൽ പോയിട്ട് പറയണം ഈ വീണ വിജയൻ ചെയ്തു കൊടുത്ത സേവനം എന്താണ് എന്നൊന്ന് ദയവ് ചെയ്ത് EDയുടെ മുന്നിൽ പോയെന്ന് പറയണം. അതാണ് അവർക്ക് പറയാൻ സാധിക്കാത്തത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി തോമസ് ഐസക്കിന്റെ കാര്യം ചോദിച്ചു നികേഷ്. ഇവിടെ തോമസ് ഐസക്ക് ചില വാചക കസർത്തുകൾ നടത്തി കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ വരെ കബളിപ്പിക്കുന്നുണ്ട്. തോമസ് ഐസക്കിന്റെ ബുദ്ധിജീവി ജാടയ്ക്ക് മുന്നിൽ ഈ ഗവേഷണ ത്വരയില്ലാത്ത ചെറിയ മാധ്യമ പ്രവർത്തകർ പോകുന്ന സമയത്ത് പലപ്പോഴും അപകടം സംഭവിക്കുന്നുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരെ പറഞ്ഞേക്കണം. നോക്കൂ, തോമസ് ഐസക്കിനെതിരെ ED കൊടുത്തിട്ടുള്ള കുറ്റത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഫെമ നിയമലംഘനമാണ്. ഫെമ നിയമലംഘനത്തിൽ അറസ്റ്റ് ഇല്ല. അത് പ്യൂർലി സിവിൽ നേച്ചറുള്ള കേസാണ്. അവിടെ EDക്ക് നോട്ടീസ് കൊടുക്കാം, അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകണമെന്ന് നോട്ടീസ് കൊടുക്കാം. പക്ഷെ അറസ്റ്റ് ചെയ്യാൻ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് വകുപ്പില്ല എന്ന് തോമസ് ഐസക്കിന് കൃത്യമായി അറിയുന്നത് കൊണ്ട് ഒരു ജാട കാണിക്കുകയാണ്, വീരവാദം കളിക്കാൻ വേണ്ടി. എന്നെ വേണമെങ്കിൽ അങ്ങ് ചെയ്തോട്ടെ, എന്നെ അറസ്റ്റ് ചെയ്തോട്ടെ. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, കൃത്യമായിട്ട് അറിയാം. ഇവിടെ ED ആവശ്യപ്പെടുന്ന എന്താ? ഒരു ജനപ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ മുൻ മന്ത്രിയായിട്ടുള്ള നമ്മുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള തോമസ് ഐസക്ക് നമ്മുടെ സംസ്ഥാനത്തെ പ്രമാദമായിട്ടുള്ള ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിന്റെ നിലപാട് അറിയാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ അക്കാര്യത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിപ്പിക്കുന്ന സമയത്ത് എനിക്കും നികേഷ് കുമാറിനും അരുൺകുമാറിനും ഈ ചർച്ച കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കും ഈ രാജ്യത്ത് എന്ത് അവകാശമാണോ ഉള്ളത് അതേ അവകാശവും അതേ പ്രിവിലേജുമേ തോമസ് ഐസക്കിനുള്ളൂ. അവിടെ തോമസ് ഐസക്കിന് ഒരു പൗരൻ എന്നുള്ള പ്രിവിലേജ് ഉണ്ടല്ലോ. ജിൻഡോ ജോണിലേക്ക് പോകണം. പക്ഷേ ഈ ഒരു ചോദ്യം കൂടി അതിന് താങ്കൾ ഉത്തരം പറയുക. ഒരു പൗരൻ എന്നുള്ള അവകാശം ഉണ്ടല്ലോ, ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത് എന്നറിയണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഈ സമൻസിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. ഹൈക്കോടതിക്ക് പോലും ഇതുവരെ ആ കുറ്റം എന്താണ് എന്ന് EDയിൽ നിന്ന് അന്വേഷിച്ചെടുത്ത് തോമസ് ഐസക്കിന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, 8 സമൻസ് കഴിഞ്ഞു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കോടതിയിൽ തോമസ് ഐസക്കിൻ്റെ കേസ് അതിനേക്കാൾ സെഷൻ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ തോമസ് ഐസക്കിനോട് കോടതിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ED വിളിക്കുന്നത് എന്ന്. ഇല്ല നികേഷ്, അത് തെറ്റായിട്ടുള്ള വാദമാണ്. ഒന്ന്, തോമസ് ഐസക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം ഹൈക്കോടതി നടത്തി കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. തോമസ് ഐസക്ക് ഈ കേസ് നിലനിൽക്കില്ലെന്നും അതല്ലെങ്കിൽ എന്നെ വിളിപ്പിക്കാൻ കഴിയില്ലെന്നും ഇതൊരു പോളിസി മാറ്റർ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചില വിദണ്ഡ വാദങ്ങൾ ഉന്നയിച്ചു. ഹൈക്കോടതിയെ തള്ളിക്കളഞ്ഞു. അതിനെ തള്ളിക്കളയാൻ കാരണം ആ വിദണ്ഡ വാദങ്ങൾ തള്ളിക്കളഞ്ഞു കോടതി. അല്ല ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. അല്ല ഒരു മിനിറ്റ്, ഞാൻ പൂർത്തിയായിക്കോട്ടെ. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയായിക്കോട്ടെ. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് മടങ്ങുന്നില്ല, ഒറ്റ മിനിറ്റ്. ഈ ഹൈക്കോടതിയുടെ ആദ്യത്തെ ഇടപെടൽ വന്നതിന് ശേഷം തോമസ് ഐസക്കും അദ്ദേഹത്തിന്റെ ഗോഗ വിളിക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന നമ്മുടെ ജേക്കബ് അടക്കമുള്ളവർ എന്താ പറഞ്ഞത്? ED കണ്ടം വഴി ഓടി സമൻസ് എടുത്ത് തൂട്ടൽ കളഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പൊ വീണ്ടും സമൻസ് വരികയാണ്. അപ്പൊ സമൻസിൽ അന്നത്തെ കാലത്ത് സാങ്കേതികമായി ഇപ്പൊ ജനങ്ങൾ മനസ്സിലായി. അല്ല സമൻസ് റദ്ദ് ചെയ്യല്ല ചെയ്തത്, സമൻസ് ED പിൻവലിക്കുക ചെയ്തത്, റദ്ദ് ചെയ്യലേത്. പിൻവലിക്കാൻ കാരണം അവർ നിരന്തരമായി കാലങ്ങളായി, ഞാൻ അന്വേഷിച്ചത് മനസ്സിലായത്, കാലങ്ങളായി ED കൊടുക്കുന്ന സമൻസ് ഒരു പ്രത്യേക ഫോർമാറ്റിൽ ഉള്ളതായിരുന്നത് കൊണ്ട് അതിൽ ആവശ്യമില്ലാത്ത പല വാചകങ്ങളും ഉണ്ടായിരുന്നു, കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് പിൻവലിച്ച് പുതിയ ഫോർമാറ്റിൽ സമൻസ് ഒരു സെക്കൻഡ് അരുൺകുമാർ മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ സമയമുണ്ടെങ്കിൽ താങ്കളിലേക്ക് വരാം. പറഞ്ഞോളൂ. സമയമുണ്ട് പറയാം. യെസ്, അതായത് തോമസ് ഐസക്കിന്റെ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പലതവണ ചോദിച്ചു EDയോട്, എന്തിനാണ് നിങ്ങൾ സമൻസ് അയച്ചത്, എന്താണ് കാരണം? ആ കാരണം ബോധിപ്പിക്കാൻ 1 മാസം, 6 മാസം, 1 കൊല്ലം എടുത്തിട്ടും എന്തിനാണ് സമൻസ് അയച്ചത്, ഈ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ്
സിംഗിൾ ബെഞ്ച് ആ സമൻസ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിലടക്കം കേസ് പോയി. നമ്മൾക്കറിയാം, ഒരു ഘട്ടത്തിൽ പോലും ചോദ്യം ചെയ്യേണ്ട സാധ്യത എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഈ കേസിൽ ഇതുവരെ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ സമൻസ് വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു. അത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഇതര ഗവൺമെന്റുകൾക്കെതിരെ, നേതാക്കന്മാർക്കെതിരെ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്ന രീതി തന്നെയാണ്. അല്ലാതെ ഒരു തരത്തിലും കോടതിയെപ്പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ആ സമൻസ് പിൻവലിച്ച് ഇഡിക്ക് പോകേണ്ടി വന്നത്. ഇപ്പൊ ഫ്രഷ് സമൻസ് അയച്ചിരിക്കുന്നു. വീണ്ടും കോടതിയുടെ മുന്നിൽ പെൻഡിംഗ് ആണ് ആ കേസ്. ഈ കേസ് മെയ് മാസം 22-ന് കോടതി വെക്കേഷന് ശേഷം തുറക്കുമ്പോൾ പരിഗണിക്കാൻ വേണ്ടി കേസ് കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചതാണ്. ആ മാറ്റിവെച്ച കേസിലാണ് വീണ്ടും ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. ഇതെല്ലാം കോടതിയുടെ മുന്നിലും ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ്. ചർച്ചയിൽ വന്ന് നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ദയവായി BJP അതിലെ വാദവും പ്രതിവാദവും കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം സന്ദീപ് വാര്യർ. അടുത്ത അവസരത്തിൽ വരാം. ഷിജിൻഡോ ജോൺ, ഇപ്പോ നിങ്ങൾ പറയുന്നത് പിണറായി വിജയൻ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷമുള്ള ED അന്വേഷണം വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പിണറായി വിജയനെതിരെയോ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയോ അന്വേഷണം നടക്കുന്നത് കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഗുണം ചെയ്യില്ല എന്ന രാഷ്ട്രീയ വിലയിരുത്തലാണോ നിങ്ങൾക്കുള്ളത്? നികേഷേ, അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് CPM-ന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞൊരു വാചകമുണ്ട്. CPM BJP-യുടെ ആജീവനാന്ത ശത്രുവായി മാറിയെന്ന്. അതെങ്ങനെയാണ് മാറിയതെന്ന് മാത്രം എനിക്ക് ലോജിക്കലായിട്ട് ഒട്ടും മനസ്സിലാകുന്നില്ല. കരുവന്നൂരിലെ കള്ളപ്പണത്തെക്കുറിച്ചിട്ടുള്ള ED അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ളതിന് ഉത്തരവില്ല. വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം 2021 തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഇതേവരെ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമല്ല. ഇനി ലൈഫ് മിഷൻ കോഴക്കേസിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100 ദിവസം ജയിലിൽ കിടന്നിട്ടും അതിന്റെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വന്നില്ല, ഒരിക്കൽ പോലും ചോദ്യം ചെയ്തില്ല. സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ തന്നെ. ഇങ്ങനെ 100 കണക്കിന് വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിലപാട് എന്താ? കെട്ടഴിച്ചു വിട്ട നൂല് പൊട്ടിയ ഹൈഡ്രജൻ ബലൂൺ ആകാശത്തേക്ക് പോയ പോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണമൊക്കെ അപ്രത്യക്ഷമാക്കപ്പെടുകയാണ്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അരുൺകുമാറെ, താങ്കൾ ഇടപെടല്ലേ? താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു അക്ഷരം ഇണ്ടാതെ കേട്ടിരുന്നില്ലേ? ഞാൻ പച്ച നുണയാണ് പറയുന്നെങ്കിൽ താങ്കളുടെ നേതാക്കന്മാർ ED-യുടെ അന്വേഷണത്തിന് മുമ്പിൽ പോയി ഹാജരാകണം, മറുപടി കൊടുക്കണം ധൈര്യപൂർവ്വം. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വിളിച്ചപ്പോൾ അവർ പോയി മറുപടി കൊടുക്കാൻ തയ്യാറായില്ലേ? 50-56 മണിക്കൂർ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ മറുപടി കൊടുക്കാൻ തയ്യാറായില്ലേ? എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും ED-യുടെ മുമ്പിൽ പോയി മറുപടി പറയാൻ തയ്യാറാകാത്തത്? മടിയിൽ കനമില്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ് കമ്പനി പൂട്ടി കണ്ടം വഴി ഓടിക്കളയുന്നത്? നിങ്ങൾക്ക് കനമില്ലെങ്കിൽ, നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങൾ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഹാജരായി മറുപടി കൊടുക്കണം. വീണ വിജയനെ പോലെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ പാടില്ല. ഇനി അടുത്തത്, നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെയല്ല കേരളത്തിലെ MLA-മാരെ സാക്ഷി നിർത്തി നിയമസഭയിൽ പ്രസംഗിച്ചത് ആ PV ഞാനല്ല എന്ന്. ആ PV പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ഏതോ ഒരു വീണ തൈക്കണ്ടിയിലിനെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുകയോ അവർക്കെതിരെ കേസെടുക്കുകയോ ചെയ്യുന്നതിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് എന്താണ് ഛേദം? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പദവിയിൽ ഇരിക്കുന്ന ആളാണോ വീണ വിജയൻ? ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കില്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് വീണ തൈക്കണ്ടിൽ ഉള്ളത് എന്നുകൂടി നിങ്ങൾ പറയാൻ ബാധ്യതയുണ്ട്. കാരണം വീണ തൈക്കണ്ടിലിന്റെ അച്ഛൻ പറയുന്നു ആ PV ഞാനല്ല എന്ന്. പിന്നെ എന്തിന്റെ പേരിലാണ് CPM വീണ വിജയന്റെ കേസിൽ അന്വേഷണം നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്? കേരളത്തിലെ ഏതൊരു വ്യക്തിയും അഴിമതി നടത്തിയെന്ന് ആരോപണം നേരിടുന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി മറുപടി കൊടുക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആളുകളല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ മടിക്കുന്നത്? തോമസ് ഐസക്കിന് എന്തുകൊണ്ടാണ് മറുപടി പറയാൻ പോകാൻ പേടിക്കുന്നത്? അപ്പൊ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ, പ്രതിപക്ഷ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കേസെടുക്കുന്നതും കേരളത്തിലെ കരുവന്നൂർ ആയിക്കോട്ടെ, ലൈഫ് മിഷൻ ആയിക്കോട്ടെ, എക്സാലോജിക് സൊല്യൂഷൻസ് ആയിക്കോട്ടെ, സംസാരിക്കുന്നത് ഹേമന്ത് സോറന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും കാര്യത്തിലാണ്. ഇവർ രണ്ടുപേരും അവർക്ക് 9 സമൻസുകൾ കിട്ടിയപ്പോഴും അവര് ED-യുടെ മുമ്പിൽ ഹാജരാകാൻ തയ്യാറായിട്ടില്ല. കള്ളക്കേസാണ് എന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന ഹേമന്ത് സോറന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും നീക്കത്തെ പിന്തുണച്ചുകൊണ്ടല്ലേ സംസാരിക്കാറുള്ളത്? അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ഹാജരാകാതിരുന്നു, കള്ളക്കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഐസക്ക് ഹാജരാകാതിരിക്കുമ്പോൾ തോമസ് ഐസക്കിനെ മാത്രം എങ്ങനെയാണ് കുറ്റം പറയാനാവുക? അതിന് കാരണം ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ഹാജരാകാതിരുന്നപ്പോൾ അവരെ ഏത് രീതിയിലാണ് ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ വേട്ടയാടിയതും അറസ്റ്റ് ചെയ്തതും? എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യാനോ വേട്ടയാടാനോ ഇവർക്ക് ധൈര്യമില്ലാത്തത്, ഇവർക്ക് താല്പര്യമില്ലാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ BJP-യുടെ വേട്ടനായ്ക്കൾക്ക് കേരളത്തിലെത്തുമ്പോൾ CPM നേതാക്കന്മാരെ കാണുമ്പോൾ യജമാന തുല്യ സ്നേഹമാണെന്ന്. ഇവിടെ വീണ വിജയനെതിരെ കേസെടുത്തത് കൊണ്ടോ പിണറായി വിജയനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടത് കൊണ്ടോ കേരളത്തിൽ ഒരു സഹതാപ തരംഗവും രൂപീകരിക്കപ്പെടില്ല. അത് BJP-യുടെയും CPM-ന്റെ ധാരണയുടെ ഭാഗമായിട്ട് അവർക്ക്
തോന്നുന്നതാ. കേരളത്തിൽ വീണ വിജയന്റെ കമ്പനിയിലേക്ക് വന്ന പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നടപടികൾ സ്വീകരിച്ചാൽ സഹതാപ തരംഗമല്ല, മറിച്ച് CPM-നെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവികാരം UDF-ന് അനുകൂലമായിട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം വരും. കാരണം ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ തെരുവിൽ അലയുന്ന സാഹചര്യത്തിൽ വീണ വിജയന്റെ കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ എങ്ങനെ കോടിക്കണക്കിന് രൂപ കിട്ടി എന്നുള്ള മറുപടി പറയണ്ടേ? ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു ED അന്വേഷണം ഒരുപക്ഷെ LDF-ന് ഗുണകരമായേക്കുമെന്നുള്ള ആശങ്ക ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ചെറിയൊരു ഇടവേള, നമുക്കത് അടുത്ത ഒരു 15 മിനിറ്റ് ചർച്ച ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. എസ് അരുൺകുമാർ, ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ അന്വേഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലാവലിൻ കേസായിക്കൊള്ളട്ടെ, ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള സോളാർ അഴിമതി കേസായിക്കൊള്ളട്ടെ, KM മാണിക്കെതിരായിട്ടുള്ള ബാർകോഴ കേസായിക്കൊള്ളട്ടെ, ഓരോ തെരഞ്ഞെടുപ്പിനനുസരിച്ചാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തും ഈന്തപ്പഴവും ഒക്കെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ SFIO അന്വേഷണവും ED അന്വേഷണവും എന്നുള്ളതാണ്. ഇവിടെ ഇത് ഒത്തുകളിയാണ്. ഇവിടെ ED ഒന്നും വരില്ല കേട്ടോ, ആരും പേടിക്കണ്ട, അന്തർധാര സജീവമാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതേ ടോണിൽ തന്നെയാണ് ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കൾ. യഥാർത്ഥത്തിൽ ഈ ED അന്വേഷണം നിങ്ങൾ ആഘോഷിക്കുകയാണോ? ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതീതി ഇവിടെ ഈ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. കരിവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED എന്തു ചെയ്തു എന്നാ? മിസ്റ്റർ, ED അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തു. കരിവണ്ണൂർ കേസിൽ ED അന്വേഷിച്ച കുറ്റപത്രത്തിൽ 56 പേരുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ കണ്ടെത്തിയ 4 പേരുൾപ്പെടെ ഒരു കേസ് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്താൽ ഈ ED എന്തു ചെയ്തു എന്നാ ചോദിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള കേസുകളിലും ED അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തു. ഈ ഗവൺമെന്റുമായോ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ പോലും കണക്ട് ചെയ്യാൻ പറ്റാത്തത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സെറ്റിൽമെന്റ് എന്ന് പറയാൻ ഒരു തെളിവ് ഹാജരാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങളിപ്പോ മദ്യ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പരാതി കൊടുത്തത് കോൺഗ്രസ് ആണ്. ഞാൻ ശ്രീ നികേഷിന്റെ വാട്സപ്പിലേക്ക് കോൺഗ്രസ് കൊടുത്ത പരാതിയുടെ കോപ്പി അയച്ചിട്ടുണ്ട്. ആ പരാതിയുടെ ഓരോ ഘട്ടത്തിലും അതിന്റെ പുറകെ പോയത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം എന്തുകൊണ്ടാണ് കെജ്രിവാൾ ഒഴിയാത്തതെന്ന് മിനിങ്ങാന്ന് ട്വീറ്റ് ചെയ്ത് ചോദിച്ചത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ നേതാവാണ്. 150 കോടി രൂപ DLF-ന് കൊടുത്ത്, ഇലക്ട്രൽ ബോണ്ട് DLF കൊടുത്ത് യഥാർത്ഥ മരിമോനെ രക്ഷിച്ചെടുത്തത് ആരാണെന്ന് ഈ രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നും നിങ്ങൾ വലിയ പ്രതിപക്ഷ നേതാവ് പറയാറുണ്ടല്ലോ, ഓപ്പൺ സംവാദത്തിന് തയ്യാറാവാറുണ്ടല്ലോ. 50 കോടി രൂപ വാങ്ങിച്ചത് കോൺഗ്രസ് ആണ്. അതായത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് വെച്ച് ഒരു നിലപാടെടുക്കും, കേരളത്തിൽ വ്യത്യസ്ത നിലപാടെടുക്കും. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുന്നത് കോൺഗ്രസ് ആണ്. ഒരിക്കലും BJP ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ച് കോടികൾ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് കോൺഗ്രസും ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള ഫൈറ്റ് നടത്തി ആ അഴിമതി പുറത്തു കൊണ്ടുവന്നു എന്നതുകൊണ്ട് BJPയും കോൺഗ്രസും ഞങ്ങളെ എതിർക്കുകയാണ്. ആധികാരികമായി ഞങ്ങൾ പറയുന്നു, അന്വേഷണത്തോടെല്ലാം സഹകരിച്ചിട്ടുണ്ട്, അന്വേഷണം നടക്കട്ടെ. പക്ഷേ നിയമവിരുദ്ധമായി അന്വേഷണം പ്രഖ്യാപിക്കുന്നതും അതിന്റെ പേരിലുള്ള വേട്ടയാടലുകളും ഗൗരവമായി രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. 0.42% കൺവിക്ഷൻ റേറ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ലോകത്തുണ്ടോ? കണ്ടെത്തിയ പണത്തിൽ 1% പോലും കള്ളപ്പണമാണ് എന്ന് തെളിയിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ആകെ അന്വേഷിച്ച കേസിൽ വളരെ കുറച്ച്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ശതമാനമെല്ലാം, അത്ര ദയനീയ പ്രകടനം നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കാണിച്ച് ഞങ്ങളെ വിരട്ടാൻ വന്നാൽ ആ വിരട്ടലിന് മുന്നിൽ വീണു പോകുന്നവരല്ല ഞങ്ങൾ. അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനെ ചങ്കുവിരിച്ച് നേരിട്ട് നിയമപരമാണെങ്കിൽ അങ്ങനെ ജനങ്ങളെ സംഘടിപ്പിച്ച് പോരാട്ടം സംഘടിപ്പിച്ചിട്ടാണ് അങ്ങനെ നേരിട്ട് വന്ന പാരമ്പര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എല്ലാ അന്വേഷണവും ജിൻഡോ ജോണിന്റെ ഭാഷയിൽ പറഞ്ഞാല് ഒരിടത്തും എത്താതെ പോകുന്നതിനെ കണക്ട് ചെയ്യാറുള്ളത് കൊടകരയുമായിട്ടാണ്. അല്ല, അതിൽ എന്റെ ചോദ്യം സന്ദീപാരോടാണ്. പ്രത്യേക ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നോടാണ് ചോദ്യം. അരുൺ ഞാൻ മറുപടി പറയട്ടെ. അരുൺ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ കഴിഞ്ഞ സമയത്ത് അരുൺ പറഞ്ഞ ചില കാര്യം, തോമസ് ഐസക്കിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നുണ പറയുകയാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, തോമസ് ഐസക് പറയുന്ന കാര്യങ്ങൾ ആധികാരികമാക്കി എടുക്കാതെ ആ കേസുമായി ബന്ധപ്പെട്ട് വന്ന കോടതി വിധി പഠിച്ചതിന് ശേഷം ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. കാരണം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനും തട്ടിപ്പ് നടത്താനും ഇതിനേക്കാൾ വലിയൊരു മനുഷ്യനെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? ഹൈക്കോടതി അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി വിധിച്ചു എന്നാണ് ആദ്യ ദിവസം പറഞ്ഞത്. പക്ഷേ വിധിപ്പകർപ്പ് പുറത്തു വരാൻ കുറച്ച് സമയം എടുത്തു ഹൈക്കോടതി അപ്ലോഡ് ചെയ്യാൻ. അതിനുശേഷമാണ് ജനങ്ങൾക്ക് വസ്തുത ബോധ്യപ്പെട്ടത്. എന്തായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രയർ?
മസാല ബോണ്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് എതിരെയും അന്വേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് എനിക്കെതിരെയും നടക്കാൻ പാടില്ല, ഞങ്ങൾക്കെതിരെയും നടക്കാൻ പാടില്ല. ഇവിടെ അരുൺകുമാർ ഉന്നയിക്കുന്നത് പോലെയുള്ളൊരു വാദം, അതായത് വീണയ്ക്കെതിരെ അന്വേഷണം നടത്താൻ പാടില്ല, അതിന് ഇഡിക്ക് റൈറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു. ഇതേ വാദമാണ് തോമസ് ഐസക് ഉന്നയിച്ചത്, ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഹൈക്കോടതി നിഹാരിക വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ് അടക്കം ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വിധി പറഞ്ഞു. അക്കാര്യത്തിൽ തോമസ് ഐസക്കിന്റെ പ്രയർ നിലനിൽക്കില്ല, ആ പ്രയർ തള്ളിക്കളഞ്ഞു. തോമസ് ഐസക്കിന് എതിരായിട്ടുള്ള വിധിയാണ് ഉണ്ടായത്. അവിടെ ഇഡി പറഞ്ഞു, ഞങ്ങളുടെ സമൻസുമായി ബന്ധപ്പെട്ട് ആ സമൻസിലുള്ള സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സമൻസ് അടക്കം കേരളത്തിൽ മറ്റു പല കേസുകളും തീർച്ചയായിട്ടും അരുൺകുമാറിന്റെ വാട്സാപ്പ് നമ്പർ എനിക്കില്ല, ഒരു ഹായ് അയച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം. ഞാനത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് കോടതി തോമസ് ഐസക്കിന്റെ പ്രയർ തള്ളിക്കളഞ്ഞു. ഇല്ലെന്ന് പറയണ്ട, അങ്ങനെയാണ്. എന്റെ അടുത്തുണ്ടെന്നേ, ഞാൻ വായിച്ചു തരാം. എന്തിന് ഞാനിപ്പോ അങ്ങോട്ട് വായിച്ചു തരാം. ഒരു സെക്കൻഡ്. വിഡ്രോ ചെയ്തു പോയി. ഞാൻ പറയാം. മണ്ടത്തരം പറയാതെ അരുൺകുമാറെ, നിങ്ങളുടെ ആർഗ്യുമെന്റ്, നിങ്ങൾ കോടതിയിൽ പോയി ആവശ്യപ്പെട്ടത് കേസ് ക്വാഷ് ചെയ്യണമെന്നാണ്. കേസ് ക്വാഷ് ചെയ്തില്ല. ഹൈക്കോടതി തോമസ് ഐസക്കിന്റെ വാദം തള്ളിക്കളഞ്ഞു. കേസ് ക്വാഷ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കേസ് അവസാനിപ്പിക്കണം, അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഈ കേസിൽ മാത്രമല്ല. ആര് പറഞ്ഞു? എന്നാ പിന്നെ നിങ്ങൾ പേടിക്കുന്നത്? ഞാൻ കാര്യം പറയട്ടെ. നിയമലംഘനം അനുസരിച്ചിട്ടുള്ള സമൻസാണ്, നിയമവിരുദ്ധമായ സമൻസിനെയാണ് ചോദ്യം ചെയ്തത്. എന്റെ അരുണെ ഒന്നും മിണ്ടാതിരിക്കുക. താങ്കൾ മിസ്ലീഡ് ചെയ്യാം. അരുണ ഞാൻ വരണേ, ഒരു സെക്കൻഡ്. വിധിന്യായ എന്റെ അടുത്തുണ്ട്. അരുണ, വിധിന്യായ എന്റെ അടുത്തുണ്ട്. ഞാൻ പറയട്ടെ. ഇഡി അവിടെ പറഞ്ഞത് എന്താ? ഞങ്ങളുടെ സമൻസിലുള്ള സാങ്കേതിക പ്രശ്നം കാരണം പല കേസുകളുടെയും സമൻസ്, ഈ കേസ് മാത്രമല്ല കരുവന്നൂർ ഉൾപ്പെടെ നിരവധി കേസുകളുടെ സമൻസ് പിൻവലിക്കുകയും പുതിയ സമൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുകയാണ് എന്ന് കോടതിയെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തോമസ് ഐസക്കിന്റെ പ്രയറും വാദവും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതി വിധിച്ചത്. ഇഡിക്ക് അനുകൂലമായിട്ടുള്ള വിധിയായിരുന്നു. ആ വിധിപ്പകർപ്പ് വരാൻ വൈകിയതുകൊണ്ട് തോമസ് ഐസക്കും സംഘവും ഞങ്ങൾ ജയിച്ചേ, ഫയൽവാൻ ജയിച്ചേ എന്ന് പറയുകയാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ അരുൺകുമാർ ആവർത്തിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി അരുൺകുമാറിനോട് പറയാം. അരുൺകുമാർ ഇത്ര വ്യാഖ്യാനിച്ച് ബുദ്ധിമുട്ടുണ്ട. 1.72 കോടി വീണാ വിജയന് കിട്ടാൻ നിങ്ങൾ നടത്തി കൊടുത്ത സർവീസ് എന്താ? അതൊന്ന് പറ, ജനങ്ങൾ കേൾക്കട്ടെ. അരുൺകുമാർ ഞാൻ ചോദിച്ച ചോദ്യം സന്ദീപ് പറയൂ. താങ്കൾ ഒരേ വിഷയം തന്നെ 3-4 വട്ടം ഉന്നയിക്കല്ലേ? പല കാര്യങ്ങളും ഇവിടെ ജിൻഡോ ജോണിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ആക്ഷേപം എന്താണ്? പല കേസുകളും എവിടെയും എത്തുന്നില്ല. നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വലിയ നിലയിൽ കൊട്ടിഘോഷിച്ചതാ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിരിക്കുന്നു, ഇതാ ഈന്തപ്പഴത്തിന്റെ കുരുവിന് പകരം സ്വർണം കടത്തിയിരിക്കുന്നു, ഖുറാന്റെ ഉള്ളിൽ ചട്ടക്ക് പുറം ചട്ടക്ക് അകത്ത് മുഴുവൻ സ്വർണ്ണമായിരുന്നു എന്നൊക്കെ ആക്ഷേപം വരിക. ആ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ SFIO അന്വേഷണവും ED അന്വേഷണവും വരുന്നു. ഈ അന്വേഷണങ്ങളൊന്നും എവിടെ എത്തുന്നില്ല എന്നുള്ള ഒരു പൊതുധാരണയുണ്ട് ശ്രീ സന്ദീപ് വാര്യരെ. അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ആ അന്വേഷണങ്ങൾ എവിടെ എത്താതെ? ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ, അതോ കൊടകരയുമായി കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടാണോ? അല്ല, ഇവിടെ പിണറായി വിജയനെതിരെ SNC ലെവലിന്റെ അന്വേഷണം മുഴുവൻ നടന്നത് ജിൻഡോ ജോണിന്റെ കോൺഗ്രസ് പാർട്ടി ഈ രാജ്യം ഭരിക്കുന്ന സമയത്താണ്. ആ സമയത്താണല്ലോ CBIയുടെ ഇൻവെസ്റ്റിഗേഷൻ നടന്നത്. അത് ആദ്യത്തെ UPA സർക്കാരിനെ പിന്തുണച്ചിരുന്നത് പിണറായി വിജയന്റെ പാർട്ടിയാണല്ലോ. എന്തേ നിങ്ങൾ ആ കാലത്ത് പിണറായി വിജയനെ പിടിച്ച് ജയിലിടായിരുന്നത്? എന്തേ നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് റിമാൻഡ് ചെയ്യായിരുന്നത്? എന്തേ ആ സമയത്ത് നിങ്ങളുടെ മുട്ടടിച്ചോ? എന്തേ നിങ്ങൾക്ക് കഴിയാതെ പോയി? എന്നിട്ട് ആ ചോദ്യം ഞങ്ങളോട് ചോദിക്കണ്ട. ഞങ്ങൾ അധികാരത്തിലുള്ള സമയത്താണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയതേ നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണ്. നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന സമയത്ത്, മൻമോഹൻ സിംഗിന്റെ സമയത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മുഴുവൻ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസ് CPM പരസ്യമായിട്ടുള്ള സഖ്യമല്ലേ? നിങ്ങൾ ഒരു മുന്നണിയല്ലേ? എന്നിട്ട് ഉളുപ്പില്ലാതെ BJPയും CPM തമ്മിൽ സഖ്യമാണെന്ന് ഇവിടെ ഒന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ നാളെ പിണറായി വിജയനെതിരെ, ഇനി ഈ കേസിൽ തന്നെ വീണ വിജയനെതിരെ, ഞാൻ രാവിലെ മാത്യു കോളനാടന്റെ പ്രസ്താവന കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് മാത്യു കോളനാടൻ ഉള്ളത്. ചോദിക്കുന്ന സമയത്ത് പറയാം അതൊന്ന് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈ സമയത്ത് എന്തുകൊണ്ട് നടപടി വന്നു എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല എന്ന്. കാരണം എന്താ? ഈ സമയത്ത് ഇവർ മുന്നണിയാണ്. മാത്യു കോളനാടിന് പാർട്ടി നിലപാടിന് വിരുദ്ധമായി പറയാൻ പ്രയാസമുണ്ട്. രാഹുൽ ഗാന്ധി 3-ാം തീയതി വരുന്നുണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ. രാഹുൽ ഗാന്ധി മറുപടി പറയണം. ഈ വിഷയത്തിൽ ED വരുന്ന സമയത്ത് ഇനി നാളെ വീണ വിജയനെതിരെ നടപടി ഉണ്ടായാൽ നിങ്ങൾ ഡൽഹിയിൽ പോയി സത്യാഗ്രഹിക്കില്ലേ? നിങ്ങൾ കേജ്രിവാളിനെതിരെ കേസ് കൊടുത്ത ആളുകളല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞെന്താ? നികേഷ് ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യം നല്ല ഉരുണ്ട് ജിൻഡോ ജോൺ സ്റ്റുഡിയോയുടെ അപ്പുറം വരെ എത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നികേഷ് ചോദിച്ചു, നിങ്ങൾ കേരളത്തിൽ ഒരു നിലപാടും മറ്റൊരു കേജ്രിവാളിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാടും അല്ലേ സമൻസിന്റെ കാര്യത്തിൽ നിന്ന്? നികേഷിന് അറിയോ? ഈ കേജ്രിവാളിന് 4-ാമത്തെയും 5-ാമത്തെയും സമൻസ് കൊടുത്തപ്പോ ഡൽഹിയിൽ ഷീലാ ദീക്ഷിത്തിന്റെ മകൻ, കോൺഗ്രസിന്റെ നേതാവ് സന്ദീപ് ദീക്ഷിത്
ദീക്ഷിത്തും അജയ് മാക്കനും ഉൾപ്പെടെയുള്ളവർ നടത്തിയ പത്രസമ്മേളനങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്റെ ജിൻഡോ ജോണെ എന്താ പറഞ്ഞത്? കേജ്രിവാളിനെ പറഞ്ഞത് കേജ്രിവാൾ കള്ളനാണ്, കേജ്രിവാൾ സത്യസന്ധതയുണ്ടെങ്കിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഇപ്പോ ജിൻഡോ ജോൺ ഇവിടെ തോമസ് ഐസക്കിനെയും വീണ വിജയനെയും വെല്ലുവിളിക്കുന്നത് പോലെ അന്ന് ഡൽഹിയിൽ ഇരുന്ന് വെല്ലുവിളിച്ചിരുന്ന രണ്ട് മഹാന്മാരാണ്, ഒന്ന് അജയ് മാക്കൻ, രണ്ട് സന്ദീപ് ദീക്ഷിത്. ഇതുവരെ എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യത്തിന് നിങ്ങൾ നേരത്തെ പറഞ്ഞു ലാവലിൻ കേസിൽ UPA സർക്കാർ ആയിരുന്നില്ലേ? ശരിയാണ്, UPA സർക്കാരിലാണ്. പക്ഷെ പിണറായി വിജയൻ എന്താ ചെയ്തത്? ലാവലിൻ കേസിലെ FIR റദ്ദ് ചെയ്യാൻ വേണ്ടി വിചാരണ കോടതിയിൽ പോയി, വിചാരണ കോടതി FIR റദ്ദ് ചെയ്ത് കൊടുത്തു. ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ FIR റദ്ദ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇവിടെ നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യത്തിനകത്ത്, ഈന്തപ്പഴത്തിൻ്റെ കാര്യത്തിനകത്ത്, ഖുറാൻ്റെ കാര്യത്തിനകത്ത്, ഇപ്പോൾ CMRLന്റെ കാര്യത്തിനകത്ത്, അതുപോലെ തന്നെ കരുവന്നൂരിൻ്റെ കാര്യത്തിനകത്ത് ഇതിങ്ങനെ പാരാപാര അന്വേഷണം മാത്രമാണ്, അതിനപ്പുറം വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. അതാണ് കൊടകര. എന്താ കൊടകര തൊടാത്തത് സന്ദീപേ? ഞാൻ ഒരു കാര്യം ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ കൊടകര എന്ത് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറയട്ടെ. ഇവിടെ ആദ്യഘട്ടത്തിൽ 2014 നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ 2019 വരെ ഞങ്ങൾക്കെതിരെയുള്ള ഒരു ആരോപണം എന്താണെന്ന് അറിയോ? INX മീഡിയ കേസിൽ ചിദംബരത്തിനെതിരെ തെളിവുണ്ടായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപം. എന്തിന്? ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന പലരും വരെ ഉന്നയിച്ചിരുന്നു പരസ്യമായിട്ട് ചിദംബരത്തിനെ സഹായിക്കുകയാണെന്ന്. നരേന്ദ്രമോദി സർക്കാർ രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്ന ശേഷം ഓഗസ്റ്റ് മാസത്തിലാണ് ചിദംബരത്തിനെതിരെ അറസ്റ്റ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടായത്? സുപ്രീം കോടതി വരെ ചിദംബരം പോയി സുപ്രീം കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് CBI ചിദംബരത്തിനെ മതിൽ ചാടി കയറുന്ന അറസ്റ്റ് ചെയ്യുന്നത്. മതിൽ ചാടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഗേറ്റ് പൂട്ടി ചിദംബരം ഒളിച്ചത് കൊണ്ടാണ് മതിൽ ചാടേണ്ടി വന്നത്, ഏജൻസിക്ക് മതിൽ ചാടേണ്ടി വന്നത്. ഇപ്പോൾ ഒരു മതിൽ ചാടി എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ എവിടെയും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു കാര്യം സ്വതന്ത്രമായിട്ടാണ് രാജ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, UPA ഭരിക്കുന്ന കാലത്ത് CBIയുടെ ഡയറക്ടർ തന്നെ പറഞ്ഞു, സ്വർണ്ണക്കൂട്ടിലടച്ച തത്തയാണ് ഞങ്ങളെന്ന് പറഞ്ഞു. ശരി, അതൊക്കെ വീണ്ടും ആവർത്തിക്കുകയാണ്. ശരി, ജിൻഡോ ജോൺ, അവസാനിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ. ഇത് ഒരു താങ്കളും എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതായി ഞാൻ കരുതുന്നില്ല. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി പോകും പിണറായി വിജയന് എന്ന ആശങ്കയുള്ളത് കൊണ്ടാണോ ഇത് ഒത്തുകളിയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്, കൊടകര അടക്കമുള്ള കാര്യങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നത്? ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല നികേഷ് കുമാറെ, ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. പിണറായി വിജയൻ ഇത് എങ്ങനെ പോയാലും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആവില്ല. കേരളത്തിലെ ജനങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആവും. ഈ BJPക്കും CPMനും ഇവരുടെ ധാരണയ്ക്കെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആവും. ഇനി LDFന്റെ കൺവീനർ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് BJPക്ക് ഒരു കെണിയായി എന്നുള്ളൊരു ഒരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടല്ലോ. ആ സമയത്താണ് നിങ്ങളുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇവിടെ ED ഒന്നും വരില്ല കേട്ടോ, അങ്ങനെ ഒരാളും ആശങ്കപ്പെടേണ്ടത്, ഇവർ തമ്മിലുള്ള അന്തർധാര ശക്തമാണ്. ED വന്നു, പോയി പിറ്റേ ദിവസം ED വന്നു. അതുകൊണ്ടാണ് നേരത്തെ കോൾനാടൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സന്ദീപ് വാര്യർ ഉദ്ധരിച്ചത്, കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളത്. ആ നിലയിലായിപ്പോയോ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം? ആ നിലയിൽ ഇപ്പോൾ പിണറായി വിജയനെയും മകളെയും ഒക്കെ അല്ലെങ്കിൽ ഐസക്കിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയോ നോട്ടീസ് അയക്കുകയോ ചെയ്യുന്നത് കേജ്രിവാളിൻ്റെ ഒരു ഇമേജ് പിണറായി വിജയനും ചാർത്തി കൊടുക്കുന്നതിന് തുല്യമാകുമെന്നുള്ള പരിഭ്രമം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, താങ്കൾ മറ്റ് പ്രതിനിധികൾക്ക് കൊടുത്ത സമയം, താങ്കൾ സംസാരിച്ച സമയം വെച്ച് നോക്കുമ്പോൾ എന്നോട് നീതി പുലർത്തിയോ എന്നുള്ള തോന്നൽ താങ്കൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. രണ്ട്, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യ റൗണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞു. ഇവിടെ പിണറായി വിജയൻ അനുകൂലമായിട്ടൊരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ പറ്റുമോ? കേജ്രിവാളിന് സംഭവിച്ചതുപോലെ കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, അത് LDFന് അനുകൂലമായിട്ടൊരു സംഭവിക്കുകയാണെങ്കിൽ UDFിലേക്ക് ഒഴുകി വരുന്ന ജനപക്ഷ വോട്ടുകൾ മുഴുവൻ ചിതറിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു റിസർച്ചാണ് BJP നടത്തുന്നത്. അങ്ങനെ ഒന്നും ഇവിടെ സംഭവിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസിന് ആശങ്കയൊന്നുമില്ല. ഇത്രയും വർഷം വരാത്ത ED അന്വേഷണം ഇപ്പോൾ വരുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. LDFന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തോട് ഒരു മറുപടിയുണ്ട്. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറം കോൺഗ്രസ് മോശപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പടം വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നില്ല. നാണമില്ല നിങ്ങൾക്ക് ഇതൊക്കെ പറയാനായിട്ട്? കേരളത്തിന് പുറത്ത് പറയട്ടെ അരുൺകുമാർ, എന്നെ പറയാൻ പൂർത്തിയാകൂ. അരുൺകുമാർ വൃത്തികേട് കാണിക്കരുത് അരുൺകുമാറെ. താങ്കൾ ഒരു ചെറുപ്പക്കാരനല്ലേ, വൃത്തികേട് കാണിക്കരുത്. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന് കേട്ടില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കും. അത് പറ്റില്ല. ആ വക പണിയൊന്നും വേണ്ട. ആ പണി വേണ്ട അരുൺകുമാറെ. പറയാൻ സമ്മതിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? BJPയും CPMും തമ്മിലുള്ള ധാരണ ഞാൻ പറയുന്നത് കൊണ്ടാണ് അരുൺകുമാർ എന്നെ പറയാൻ സമ്മതിക്കാത്തത്. ഞാൻ പറയുന്നത് കേട്ടിരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കൂ.
ജിൻഡോ പൂർത്തിയാക്കൂ. ചങ്ക് വിരിച്ച് അന്വേഷണത്തെ നേരിടുമെന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് കമ്പനി പൂട്ടിപ്പോകുന്നു? എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ പോകുന്നില്ല? ഈ സന്ദീപ് വാര്യർ പറഞ്ഞല്ലോ ജിൻഡോ ജോൺ ഉരുണ്ട് പോയെന്ന്. ഇവിടെ ഉരുണ്ട് കളിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട നടപടി സ്വീകരിക്കപ്പെട്ട സന്ദീപ് വാര്യർ അതൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഒരു പാർട്ടി ആവുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മറുപടി പറയൂ. അല്ല എന്നെ കുറിച്ച് പറഞ്ഞ നികാശ് കേട്ടില്ലേ? നികാശ് എന്നെ കുറിച്ച് അല്ല, അത് താങ്കളുടെ ഒരു ചോദ്യത്തിലുള്ള മറുപടിയുടെ കാര്യത്തിനകത്താണ്. അല്ലാതെ താങ്കളുടെ ഉൾപാർട്ടി പ്രശ്നമൊന്നും സന്ദീപ് വാര്യർ പറഞ്ഞില്ലല്ലോ. പൂർത്തിയാക്കൂ ജിൻഡോ, പൂർത്തിയാക്കൂ. എനിക്ക് സമയമില്ല. നികാശ് അങ്ങനെ പഠിപ്പിക്കണ്ട, പൂർത്തിയാക്കണം. അങ്ങനെ ഇടപെടണ്ട, അങ്ങനെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. ഇത് നികാശ് ഇടപെട്ടില്ലല്ലോ. നികാശ് ഇടപെട്ടില്ലല്ലോ. എന്നെ പറയാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. എന്നെ പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. ഇവിടെ പ്രധാനമന്ത്രി വന്ന് താങ്കൾ പൂർത്തിയാക്കൂ ജിൻഡോ. താങ്കളുടെ അവസരമാണ്. എനിക്ക് ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവസാന നിമിഷത്തിൽ എപ്പോഴും ചർച്ചകളിൽ ഇതാണ് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് താങ്കൾ പറയുന്നതാണ് കേൾക്കുന്നത്. താങ്കൾ പറയുന്നത് പൂർത്തിയാക്കും. നടത്തിയത് എന്ന് അറിയാമെന്ന് പ്രധാനമന്ത്രി തൃശ്ശൂര് പ്രസംഗിച്ചിട്ട് എന്ത് നടപടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചത്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചല്ലേ? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? നിങ്ങൾ മറുപടി പറയണ്ടേ? ബിജെപിയുടെ പ്രതിനിധി മറുപടി പറയണ്ടേ? അതിന് പകരം ഞാൻ ഉരുണ്ട് കളിച്ചതിനെ കുറിച്ച് താങ്കൾ വിഷമിക്കല്ലേ? ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. ഒപ്പം തന്നെ ജിൻഡോ ജോൺ, സന്ദീപ് വാര്യർ സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.